ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLC ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാർക്ക് പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു, കുറച്ച് ലേറ്റായി, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ മാർക്ക് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാലോ, ടഫ് ആവുകയാണ് ചെയ്തത്. ഓണം എക്സാമിന് ഞാൻ ഇട്ടപ്പോൾ നല്ല എന്താ പറയുക മാർക്ക് ഉണ്ടായിരുന്നു, നല്ല ഈസി ആയിരുന്നു എക്സാമും. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും കുറച്ച് പഠിപ്പും കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാർക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ടഫാവും ചെയ്ത് പ്രതീക്ഷിക്കാണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അത് കാരണം തന്നെ മാർക്ക് ഭയങ്കര എന്താ പറയുക ലോയാണ്. എന്തായാലും പാസ്സാവേണ്ടിരുന്നിട്ടില്ല, എല്ലാതും എല്ലാം പാസ്സായിട്ടുണ്ട്. പക്ഷേ ടോപ്പ് ലെവലിലോട്ട് അങ്ങോട്ട് ഒന്നും എത്തിയിട്ടില്ല. എല്ലാതും മാർക്ക് കുറവാണ്. എനിക്ക് ആകെ മലയാളം മാത്രമാണ് ടോപ്പ് ലെവൽ A+ ആയിട്ടുള്ള മലയാളം, പിന്നെ വേറെ ഏതൊരു സബ്ജക്റ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് കുറവാണെങ്കിൽ സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ക്രിസ്മസ് എക്സാം പൊതുവെ ടഫായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരും അങ്ങനെ ഞാൻ പറയണേ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, മാർക്കുകളൊക്കെ എങ്ങനെയുണ്ട്, ഏതൊക്കെയാണ് മാർക്ക് ഏറ്റവും കുറവ് ഏതിലാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് എക്സാമിൻ്റെ കാര്യം പറയാം. ഇംഗ്ലീഷ് എക്സാം സിമ്പിളായിരുന്നു. ഞാൻ പിന്നെ ആ സമയത്ത് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാനും അതിലൊരു ക്ലാസ് കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എജ്യൂപോർട്ടിൻ്റെ MS സൊല്യൂഷനൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എജ്യൂപോർട്ടിൻ്റെയും എനിക്ക് തോന്നിയതൊക്കെ എടുത്ത് കാണും, ഒരെണ്ണം എൻ്റേതായിട്ടൊന്നും കാണില്ല, അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ളതൊക്കെ നന്നായി പഠിച്ചിട്ടുള്ളതായിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് സിമ്പിളായിരുന്നു. പക്ഷേ സിമ്പിളായിരുന്നു. അത് വെച്ച് എഴുതിയപ്പോൾ എനിക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. 80-ൽ 51 മാർക്ക്. 80-ൽ 51 മാർക്ക്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എക്സാം എല്ലാതും പൊതുവെ ടഫായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതൊരു നല്ല മാർക്കായിട്ടാണ് തോന്നണേ. 80-ൽ 51 ഇംഗ്ലീഷിൽ. പിന്നെ എനിക്ക് ഹിന്ദിയിലും കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. 40-ൽ 32 ഉണ്ട് ഹിന്ദി. പിന്നെ സിമ്പിളായിരുന്നു എക്സാം, കുറച്ച് ടഫായിരുന്നു, പ്രതീക്ഷിക്കാത്തൊക്കെ വന്നു. പക്ഷെ ഞാൻ അതിലൊരു കഥയുടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന അങ്ങനെ തന്നെ ആൻസർ പോലെയൊക്കെ ഉണ്ടാക്കിയതാണ് ചെയ്തത്. അതിന് കുറച്ച് മാർക്ക് 2 മാർക്ക് കിട്ടി. പിന്നെ അതുപോലെ കുറച്ചൊക്കെ എൻ്റെ ഭാവനയിലൂടെ ഉണ്ടാക്കിയതിനനുസരിച്ച് കുറച്ച് മാർക്ക് കിട്ടി. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഹിന്ദി 40-ൽ 32. ഞാൻ ഫുള്ള് ഗ്രേഡ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ നോക്കി വന്നപ്പോൾ 2-3 സബ്ജക്റ്റാണ് A+ ആയിട്ടുള്ളൂ. A+ എല്ലാം A ഗ്രേഡും കുറച്ചുണ്ട്. A+ 1-2 അങ്ങോട്ടേ ഉള്ളൂ. നോക്കിക്കോ, കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല, അതാണ് പറയുന്നില്ല, നിങ്ങൾ നോക്കിക്കോ. പിന്നെ ബയോളജി ഭയങ്കര കുറവാണ്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ മാത്സും. ബയോളജി എനിക്ക് 40-ൽ 24 പകുതി ആണ്. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ച് പോയതാണ് എക്സാം എഴുതാൻ, കാരണം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് പഠിച്ചതൊക്കെ ഉള്ള ഒരു ഓർമ്മയിൽ. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് എക്സാമിൻ്റെ 2 മണിക്കൂർ മുമ്പ് ഭയങ്കരമായിട്ട് പഠിച്ച് ഇതായിട്ട് അങ്ങനെയാണ് പോയത് എക്സാം എഴുതാൻ. ഭയങ്കര ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ 40-ൽ 24 മാർക്ക് കുറവാണ്. പിന്നെ എന്താ പറയുക, മലയാളം ഫസ്റ്റിൽ 40-ൽ 36 ഉണ്ട്. അത് A+ ആണ് ഞാൻ പറഞ്ഞത്. മലയാളം ഫസ്റ്റിൽ 40-ൽ 36. അത് പിന്നെ മലയാളം ആയതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയത് 36. പിന്നെ അടുത്തത് കെമിസ്ട്രി ബയോളജി ഇത്ര പറഞ്ഞ 24. 40-ൽ 24 പറഞ്ഞത്. കെമിസ്ട്രിയിൽ 40-ൽ 23. രണ്ടും ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി പക്ഷേ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ശ്രദ്ധ തെറ്റുകൊണ്ട് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ ഓർമ്മയില്ലാത്ത 1, 2, 3 പടത്തിലത്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ അവസാനത്തെ 6ാമത്തെ പടത്തിലത്തെ കൂടുതലും വന്നത്. അതാണെങ്കിൽ ഞാൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 5ഉം 4ഉം മാത്രം നന്നായി പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നത്, അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അത് കാരണം 40-ൽ 23. ഏകദേശം സെയിം മാർക്കാണ് പറഞ്ഞേക്കണേ, ബയോളജി, കെമിസ്ട്രി. പിന്നെ മലയാളം സെക്കൻഡിൽ 40-ൽ 34 A ഗ്രേഡാണ്. മലയാളം സെക്കൻഡും ഫസ്റ്റും കുഴപ്പമില്ല. 40-ൽ 34, 36 A ഗ്രേഡ് A+. പിന്നെ അടുത്തത് ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫിസിക്സിൽ എനിക്ക് ടഫായിരുന്നു പൊതുവെ. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായില്ല ഫിസിക്സ്, അതാണ് മെയിൻ പ്രശ്നമായിരുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു. അപ്പോൾ ഫിസിക്സിൽ ഞാൻ 40-ൽ 28 മാർക്കാണ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, ടഫായത് നോക്കുമ്പോൾ പ്രശ്നമില്ല. പൊതുവേ ഇതായിരുന്നല്ലോ, അത് കാരണം ഞാൻ വലിയ കാര്യമൊക്കുന്നില്ല. 40-ൽ 28 മാർക്ക് ഉണ്ടായിരുന്നത്, പൊതുവേ കുറവാണ്. അങ്ങനെ ഫിസിക്സിലത്തെ മാർക്ക്. പിന്നെ ഞാൻ ഈ എക്സാമുകളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ അവസാനത്തെ 3 എക്സാം കൊണ്ടാണ് ഇടാണ്ടിരുന്നത്. അതും പറയുകയാണെങ്കിൽ കുറച്ച് ടഫൊക്കെ തന്നെയായിരുന്നു. സോഷ്യൽ പിന്നെ പഠിച്ചത് അങ്ങനെ തന്നെ വരുന്നതുകൊണ്ട് അത്ര ടഫൊന്നും
പറയാൻ പറ്റില്ല, കാരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരുമല്ലോ. പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് സോഷ്യലിൻ്റെ കാര്യം. പിന്നെ മാത്സ് എനിക്ക് 80-47 80-47 മാത്സ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ തെറ്റി എഴുതി വെച്ചിട്ട് സിസ്റ്റർ അതിൽ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ തെറ്റിയിട്ട് അങ്ങനെ. മാത്സിൽ 47, മാത്സിലും കുറവ് ആണ്. കുറച്ചും കൂടി കഴിഞ്ഞ ഓൺ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ലോ ആവാണ് ചെയ്തിരിക്കുന്ന മാർക്ക്. ഇനി വീണ്ടും സെറ്റാക്കി കൊണ്ടുവരണം. ഇപ്പം ഞാൻ 9 സബ്ജക്റ്റും പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് സബ്ജക്റ്റാണ് അവ പറയാത്തത്, പോയതാണ്. പിന്നെ പറയാത്തത് സോഷ്യലാണ്. സോഷ്യലിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 80 ഈ പറഞ്ഞ പോലെ 50 സോഷ്യലിലെ മാർക്ക്. ഇംഗ്ലീഷിലും സോഷ്യലും ഏകദേശം സെയിം മാർക്കാണ്. ഇംഗ്ലീഷിൽ 51, സോഷ്യലിൽ 80. അപ്പോൾ അങ്ങനെയാണ്. സോഷ്യലും കുറച്ച് എവിടെ നിന്നൊക്കെ ഓർമ്മയിൽ പഠിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ക്രിസ്മസ് എക്സാം എന്തായാലും മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റാക്കണം. എന്താ പറയുക, ഇത്രേ പറയാനുള്ളൂ എക്സാം മാർക്കിനെ കുറിച്ചിട്ട്. കുറേ ഇനി ഡെവലപ്മെൻ്റ് ആക്കാനുണ്ട്. ഓണത്തിനേക്കാളും ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി തൊട്ട് കറക്റ്റായിട്ട്, പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 ആയി. ഇനി തൊട്ട് കറക്റ്റായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സമയമാണെന്നാണ് എല്ലാ ചാനലുകാരും, സൈലും എല്ലാ ചാനലുകാരും പറയുന്നത്, SSLC എക്സാം ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ഇനി മോഡലും പ്രീ മോഡലും സാധനങ്ങളൊക്കെ വരാൻ പോവാണല്ലോ. പേടിയുണ്ട്, ടെൻഷനുണ്ട്, ഒന്നും അറിയില്ല. എന്തെങ്കിലും നമ്മൾ പഠിച്ച് പോകാൻ ശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വീഡിയോസൊന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ ഇടാൻ എനിക്ക് നേരം കിട്ടുന്നില്ല. ചിലപ്പോൾ പഠിക്കാൻ സമയം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം.